പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണം. നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കണം, ഒരു പെൺകുട്ടി 10 വയസ്സിൽ ഏകദേശം അവർക്ക് ഒരുപാട് തവണ പനി വന്ന് അഫ്രോ അമേരിക്കൻ ലേഡിയാണ്. പേര് നിങ്ങൾക്കൊക്കെ അറിയാം, പേര് പറയാതെ കഥ പറയാം. ഏകദേശം 4 വയസ്സ് മുതൽ അങ്ങോട്ട് അസുഖം വന്ന് 10 വയസ്സായപ്പോഴേക്കും പോളിയോ ബാധിച്ചു. ആ പോളിയോയ്ക്ക് ശേഷം പിന്നീട് ഒറ്റ കുറ്റി കൊണ്ട് നടത്തം പഠിച്ചു. തൻ്റെ അമ്മയുടെ പ്രേരണയോട് കൂടിയിട്ട് മുന്നോട്ട് പോയൊരു പെൺകുട്ടിയുണ്ട്. എല്ലാവരും വിളിച്ചു പറഞ്ഞത് ആ കുട്ടിക്ക് നടക്കാനാവില്ല എന്ന്. എല്ലാവരും ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആ കുട്ടി ഒരിക്കലും എവിടെയും എത്തില്ല എന്ന്. പക്ഷേ ആ കുട്ടി ഒരുപക്ഷെ അമേരിക്കയിലും മറ്റുള്ള പല രാജ്യങ്ങളിലും നമ്മുടെ രാജ്യങ്ങളിലുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ആ കുട്ടി വളർന്ന് ഒരുപക്ഷെ കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രമാത്രം ഉയർന്നു പോയ നേടി ഉണ്ടാകില്ല. തൻ്റെ അവശമായ അവസ്ഥയിൽ, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ഉയർന്നു പോയി ഈ പറയുന്ന പെൺകുട്ടി പിന്നീട് 1960 3 ഗോൾഡ് മെഡലോട് കൂടിയിട്ടാണ് ഒളിമ്പിക്സിൽ 1ാം സ്ഥാനത്തെത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ആഷസ് ക്ലേയുടെ കൂടെ, മുഹമ്മദ് അലി ക്ലേ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൂടെ മറ്റൊരു മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരയുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, ഒരിക്കലും ഇങ്ങനെ എത്തില്ല എന്ന് ആർത്ത് വിളിച്ചു പറഞ്ഞ ടീച്ചേഴ്സുണ്ട്, പാരൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബമുണ്ട്, തൻ്റെ കൂട്ടുകാരികളുണ്ട്. പക്ഷേ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി ഒരു ഒളിമ്പിക്സിൽ 3 സ്വർണ്ണ മെഡൽ എടുക്കുന്നത്. ഒരു ഒളിമ്പിക്സിൽ. അത് ഈ പെൺകുട്ടിയുടെ പേരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പേര് എന്തെന്ന് പറയാൻ പറ്റും ഈ സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും? നിങ്ങൾ ടീച്ചേഴ്സാണല്ലോ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾ പറഞ്ഞാൽ എൻ്റെ വക ഒരു ഗിഫ്റ്റ് തരാം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റായിരിക്കും. ഇത്രയും ആൾക്കൂട്ടത്തിൽ നിന്ന് പേര് പറയാൻ അറിയാത്ത ഒരു പേരായിരിക്കുമോ? പറയാൻ പറ്റുമോ? ഇപ്പം ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കല്ലേ കേട്ടോ, അത് ചതിയാണ്. ഇപ്പം ChatGPT ചോദിക്കല്ലേ എന്താണ് പെൺകുട്ടിയുടെ പേരെന്ന് ആരെങ്കിലും ഒന്ന് എഴുന്നേറ്റ് പറയും? പറഞ്ഞോളൂ സാറ് പറ. ഷോർട്ടാക്കി പറയാം, വിൽമ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. മിൽമ ഓർത്താൽ മതി, അപ്പോൾ വിൽമ എന്ന് ഓർമ്മ വരും. ഓക്കെ, റൈറ്റ്. അതുകൊണ്ട് വിൽമ എന്ന് പറയുന്ന പെൺകുട്ടി ഓടി തീർത്തത് സത്യത്തിൽ ആ ഒരമ്മ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം നിർത്തുകയാണ്. ഗാലറിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. ഓട്ടത്തിൽ 4 തവണ ബാക്കിൽ മാത്രമായതുകൊണ്ട് 16 പേര് ഓടിയപ്പോൾ 16ാമതായിട്ട് അവസാനിപ്പിച്ചിട്ടുള്ള പെൺകുട്ടിയുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കണ്ട് കരഞ്ഞിട്ടുള്ള അമ്മ പിന്നീട് ലോകത്തിലെ ഒളിമ്പിക്സിലെ 3 മെഡലുകൾ കരസ്ഥമാക്കി 1ാം സ്ഥാനത്തെത്തിയത് ഈ പോളിയോ വാക്സിനേഷൻ എടുത്തിട്ട് അത് മാറാതെ ഓടിയിട്ടുള്ള, പിന്നെയും തകർത്തോടിയിട്ടുള്ള ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേര് വിൽമ എന്നാണ്. വിൽമയെ നമ്മൾ എന്ന് ഓർക്കണം. അത് ലോക ചരിത്രത്തിലൊരു അധ്യായമാണ്. അത് എല്ലാ യൂണിവേഴ്സിറ്റിയിലും പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് വിൽമ എന്ന് പറയുന്ന ദ ഗ്രേറ്റ് വുമനെ കുറിച്ച്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെല്ലാവരും വിൽമയെ പോലെ ഉയർന്നു പോകാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ രീതിയിലുള്ള ആശംസകളും നേരുന്നു. ഇവിടെ ഉദ്ഘാടനത്തിനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സ്വതമാൻ അന്ന് പറഞ്ഞതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്താണ് അനശ്വരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതെങ്കിൽ, അതും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ എന്നത്തെ മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടിയുടെ കൂടെയാണ് അഭിനയിച്ചതെങ്കിൽ, ഇന്ന് അതേ മമ്മൂട്ടിയെ പോലും തളച്ചു വെക്കുന്ന അമ്മ എന്ന് പറയുന്ന താരസംഘയുടെ പ്രസിഡന്റായിട്ടാണ് മാറിയിട്ടുള്ളത് എന്നറിയണം. അതും ഒരു പോസ്റ്റിംഗാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉയർന്നു പോകാൻ ഈ പ്രിയപ്പെട്ട ഈ സംഘത്തിന് സാധ്യമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഹാരിസ്, എൻ്റെ വിദ്യാർത്ഥിയെ പോലെയുള്ള എൻ്റെ നാട്ടുകാരനായ ഹാരിസിന് ഇനി ഒരു സാധ്യത കൂടിയുണ്ട് ഇതിന് എന്ന് ഞാൻ മാത്രം പറയുന്നു. ഈ ആശംസാ പ്രസംഗത്തിൽ ഇതൊരു വുമൻസ് യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുക എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റിയാക്കിയിട്ട് ഈ പ്രസ്ഥാനത്തെ മാറ്റണമെന്ന് മാത്രം പ്രൗഢമായി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.